അത് കാശ് പോയില്ലേ. ഈ പാവപ്പെട്ടവന്റെ കാശല്ലേ ഈ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പിന്നെ കോട്ടയത്തിൻ്റെ ഒരു മെയിൻ ഐഡന്റിറ്റി ഇല്ലേ ഇപ്പോൾ ഇത്, തുരുമ്പ് പിടിച്ച ഈ സ്മാരകം. ദൈവമേ എത്രയും പെട്ടെന്ന് പൊളിച്ചു കളഞ്ഞു. നാട്ടിലെ വികസന കാഴ്ചകൾ ഓരോന്നും കണ്ടുകൊണ്ട് നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോട്ടയം നഗരത്തിലാണ്. കോട്ടയത്തിന്റെ മുഖഛായ മാറ്റുന്ന തരത്തിൽ കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വലിയൊരു വികസന പദ്ധതി പ്രദേശത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ വികസന പദ്ധതി ഏത് രീതിയിലാണ് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചറിയാനാണ് ഇന്നത്തെ യാത്ര. അതൊരു വലിയ കെട്ടിടത്തിന് വലിയ മുകളിൽ ഹോട്ടലൊക്കെ പണിയാനാണ് മുനിസിപ്പാലിറ്റി ഉണ്ടാക്കിക്കുന്ന 25,000 കെയറോഫിൽ. അത് ഉടനെ നടക്കൊന്നുമില്ല. ഒരു ഉപകാരം നിലവിലില്ല. പണി തീർന്നാൽ ചിലപ്പം കുറേ ഉപകാരം കിട്ടിയേക്കും. അത് കാശ് പോയില്ലേ. ഈ പാവപ്പെട്ടവന്റെ കാശല്ലേ ഈ കൊണ്ട് ഇട്ടിരിക്കുന്നത്. ഇവനെയൊക്കെ തല്ലിക്കൊല്ലേണ്ട സമയം കഴിഞ്ഞു. ഒരു പിടുത്തവും എന്തിനാന്ന് കുറെ കാലമായി ഇതിങ്ങനെ വെച്ചിരിക്കുന്നത്, എന്താണെന്നറിയില്ല. ഇല്ല, ഞങ്ങൾക്കാർക്കും ഉപകാരമില്ല. ഭയങ്കര പാടാണ് നടന്നു പോകാനും ഒക്കെ. ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇനി പൊളിക്കാനായിട്ടിരിക്കുക അവര്. കുറേ നാളുകളായി അങ്ങനെ കിടക്കാൻ ശല്യ. പടവലം വളർത്താനുള്ള പടവലം പന്തൽ അത്രേ എനിക്ക് അറിയാവൂ. പടവലപ്പന്തല് ആരുടെയും തല വീഴാതിരുന്ന ഭാഗ്യം, അത്രേ ഉള്ളൂ. ദൈവമേ എത്രയും പെട്ടെന്ന് പൊളിച്ചു കളഞ്ഞു. ഉണ്ടാക്കിയവനിട്ട് നല്ല കൊടുക്കാം. പിന്നെ കോട്ടയത്തിൻ്റെ ഒരു മെയിൻ ഐഡന്റിറ്റി ഇല്ലേ ഇപ്പോൾ ഇത്, തുരുമ്പ് പിടിച്ച ഈ സ്മാരകം. ഇന്ന് ഈ കോട്ടയം നഗരത്തിൽ ഈ റോഡിന് ഇരുവശവും ഇത്രയധികം ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നതിനും പ്രധാന കാരണം ഈ ആകാശപാത തന്നെയാണ്. ഒരു ഉപകാരമില്ല ഞങ്ങൾക്കില്ല, പക്ഷികൾക്കുണ്ട്. അത് മറ്റേ മേൽപ്പാലമല്ലേ, ഒരു ഉപകാരമില്ല. അത് ഈ നോർമൽ കേസിൽ നമ്മളിപ്പോൾ ക്രോസ് ചെയ്യാനായിട്ട് ഒരിക്കലും പിന്നെ ഒരു നിലയാണെങ്കിൽ പോലും നമുക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഈ 2 നിലയുടെ മേളിൽ കയറി അപ്പുറത്തോട്ട് പോകാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിലുപരിയായിട്ട് ഇത് ലിഫ്റ്റ് 4 ലിഫ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. ആ ലിഫ്റ്റിന് അതിനുള്ള സ്ഥലം പോലും അതിനുള്ള സംവിധാനം കിട്ടിയില്ല. പോസ്റ്റ് ഓഫീസിൻ്റെ ആണ്, മുനിസിപ്പാലിറ്റിയുടെ ഉണ്ട്, ഈ CSIക്കാരുടെ ഉണ്ട്. ഈ 4 പിന്നെ ലിഫ്റ്റ് എവിടെ ഫിറ്റ് ചെയ്യും? അതിനുള്ള സമാധാനം അതിനുള്ള കാരണം അതിനുള്ള സംവിധാനം ആകാതെയാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഉപദ്രവമെന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുക, ചവിടും പറയാൻ വേറെ പ്രയോജനമൊന്നും ഇല്ല. അതുകൊണ്ട് അത് എത്ര കാലമായി ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് മനുഷ്യർക്ക് ഉപദ്രവമല്ല ഉപകാരം ഉണ്ടോ? എന്തിനാ ഇത് ഉണ്ടാക്കിയിട്ട്? ആർക്ക് വേണ്ടിയിട്ടാണ്? കോട്ടയത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ ഈ പദ്ധതി കൊണ്ടുവന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA-യുടെ സ്വപ്ന പദ്ധതി കൂടിയായിരുന്നു ഈ ആകാശപാത. പക്ഷേ 5.5 കോടി മുതൽ മുടക്കിൽ കെട്ടിപ്പൊക്കിയ ഈ തൂണുകൾ ഇന്ന് തുരുമ്പെടുത്ത് നശിച്ച് മനുഷ്യന്മാർക്ക് ഒരു ഉപകാരവുമില്ല എന്ന് മാത്രമല്ല ഉപദ്രവം മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. 86 കാലയളവിൽ നമുക്കിവിടെ ഒരു റൗണ്ടാന ഉണ്ടായിരുന്നു, ശീമാണ്ടി റൗണ്ടാന. അന്ന് ഇത്രയും ബ്ലോക്ക് ഈ കോട്ടയം ടൗണിൻ്റെ ഹൃദയഭാഗത്ത് അനുഭവപ്പെട്ടിട്ടില്ല. ഇത് ചുമ്മാ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്പ്രദായം. ഇത് കഴിയുന്നതും ഇത് പൊളിച്ചു മാറ്റാനാണ് ഞങ്ങൾക്ക് മന്ത്രിയോട് അപേക്ഷിക്കാനുള്ളത്. തുരുമ്പടിക്കാൻ തുടങ്ങി. ഇതുകൊണ്ട് ഇതെപ്പോഴാണ് ഇനി താഴോട്ട് വീഴുന്നതെന്ന് പറയുമ്പോൾ ഇതിനിപ്പം ആൾക്കാരുടെ തലയിലെങ്ങാനും വീഴുന്ന സമയത്ത് അടുത്ത നടപടിയായിട്ട് ഇതിപ്പം വരും. ഇപ്പം നിലവിൽ പിണറായി സർക്കാർ ഉള്ളിടത്തോളം കാലം ഇതിപ്പം ഇത് നല്ല രീതിയിൽ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. കാരണം ഇപ്പം മന്ത്രി റിയാസ് ആണെങ്കിൽ ഇപ്പം നല്ല രീതിയിൽ റോഡും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രതീക്ഷയിൽ ഇനിയിപ്പോൾ ഇതൊന്ന് പുള്ളി കാണുന്നുണ്ടെങ്കിൽ ഇത് എത്രയും പെട്ടെന്നൊന്ന് റെഡിയാക്കി തരുമോ, അല്ലെങ്കിൽ ഇത് പൊളിച്ചു മാറ്റാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ. രാത്രി കാലങ്ങളിൽ ഈ കെയറും വെച്ച് ഇത്രയും ഗ്യാപ്പ് ഇവിടെ കിടക്കുമ്പോൾ വരുന്ന വണ്ടികൾ ഒരുപാട് ആക്സിഡൻറ്റ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഒരു തീരുമാനം എടുക്കണം. കാരണം ഇത്രയും ഡിസ്റ്റൻസിൽ ഈ റൗണ്ടാനായിട്ട് ആവശ്യമില്ല. ഒരു ഉപകാരവും ഇല്ല, വെറുതെ നിൽക്കുന്ന, വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്ന. കോൺഗ്രസ് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ അടയാളപ്പെടുത്തലാണ് ഈ ആകാശപാത. ട്രോളന്മാർക്ക് ഇത് പടവലപ്പന്തലാണ്. ഇന്ന് ട്രോളന്മാർക്ക് ട്രോളാനും പക്ഷികൾക്ക് വന്നിരിക്കാനും മാത്രമേ ഈ ആകാശപാത ഉപകാരപ്പെടുന്നുള്ളൂ. ആകാശപാത ചുമ്മാ ജനങ്ങൾക്ക് ദോഷമായിട്ട് ചെയ്യുന്നു. ഒരു ഉപകാരമില്ല. ചുമ്മാ കുറേ ഖജനാവിലെ കുറേ കാശ് തകർന്നിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അസ്ഥികൂടല്ലേ? അതെ, അസ്ഥികൂടം. അതെ അതെ. ഇതിനോട് എന്നാ പറയാനാ, അത് കുറേ നാളുകളായിട്ട് ഇങ്ങനെ അത് തുരുമ്പിച്ച് താഴെ പോകണം. അതുവരെ ഇവിടെ അവിടെ നിൽക്കും, അത്രേ ഉള്ളൂ.
ആകാശപാത ഏത് സമയത്ത് തലയിൽ വീഴുന്നു പറയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നത്. പൊളിച്ച് കളയുകയാണെങ്കിൽ ഏറ്റവും നല്ലതെന്നുള്ള ഒരു അഭിപ്രായമാണ്. അടുത്ത ഭരണം എങ്ങനെയാവുമെന്ന് ആർക്കറിയാം. അടുത്ത മുനിസിപ്പാലിറ്റി ഇടത് വശത്ത് വരുവാണെങ്കിൽ ചിലപ്പം പൊളിച്ച് കളയാനുള്ള സാഹചര്യം ഉണ്ട്. അപ്പോൾ ഇതുപോലുള്ള വികസനങ്ങളാണോ നാട്ടിൽ വരേണ്ടതെന്ന് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ആലോചിച്ച് തീരുമാനിച്ചോളൂ. നാട്ടുവണ്ടി ഒരു വോട്ട് യാത്ര തുടരുകയാണ്.